സ്വാമി ഇവിടെ നടത്താൻ പോണത് ഒരു മാജിക് ഷോ ആണെന്നിരിക്കട്ടെ, ഒരു മാജിക് ഷോ. ആ മാജിക് ഷോയിലെ പ്രധാനമായിട്ടാണ് ഒരു കുട്ടിയെ ഇവിടെ കൊണ്ടുവന്നിട്ട് ഒരു പെട്ടിക്കുള്ളിലാക്കിയിട്ട്, ഇതുപോലെ ഒരു പെട്ടിക്കുള്ളിലാക്കിയിട്ട് അവനെ 3 പീസാക്കുക. നിങ്ങളൊക്കെ കാണാൻ വരും. ഇന്നൊരു പരിപാടി ഉണ്ടെന്ന് പറഞ്ഞിട്ടാണ് വരുന്നത്. 3 പീസ് നമ്മളിങ്ങനെ ആക്കും. അപ്പോൾ എന്നിട്ട് കാലിവിടെ, തലവിടെ, നടുക്കുള്ള ഉടലിവിടെ, അങ്ങനത്തെ ഒരു ഷോ ഇതൊക്കെ ഉണ്ടല്ലോ അല്ലേ. അങ്ങനെ കത്തി വെച്ചിട്ട് ഇങ്ങനെയൊക്കെ ആക്കും. പിന്നെ കുറച്ച് കഴിഞ്ഞാൽ വേറൊരു പെട്ടിയിൽ നിന്ന് ഇവനെ എഴുന്നേറ്റ് വരും. അപ്പോൾ നമ്മളൊക്കെ കൈയടിക്കും അല്ലേ. നാട്ടിൽ പോയി കണ്ടിട്ടില്ലേ, ട്രെയിനിൻ്റെ മുകളിൽ ആളുകളെ പൂട്ടുന്നത് കലക്ടറൊക്കെയാണ്. കലക്ടർ അല്ലെങ്കിൽ മന്ത്രി ഇവരൊക്കെ പൂട്ടും. രാജധാനി എക്സ്പ്രസിൻ്റെ മുകളിൽ കൂടെയാണ് രാജധാനിക്ക് വേണ്ടി കാത്തിരിക്കുക. രാജധാനി പടപടന്ന് പറഞ്ഞ് കടന്നു പോകും, ഇയാൾ വേറെ ഇവിടുന്ന് വരും. അപ്പോൾ ഈ പൂട്ടിടുമ്പോഴൊക്കെ നമ്മൾ പോയി ചെക്ക് ചെയ്യുന്നുണ്ട്, പിടിച്ച് വലിച്ചു നോക്കുന്നുണ്ട് ഒക്കെ റെഡിയല്ലേ എന്ന്. നമുക്ക് എന്തുറപ്പിലാണ് നമ്മൾ ഈ പൂട്ടിടുന്നതും ഇത് കാണാൻ നിൽക്കുന്നതും? വേറെ ഏതെങ്കിലും സാധാരണ ഒരാൾ റെയിലിന് തല വയ്ക്കുമ്പോൾ നമ്മൾ ഇതുപോലെ പോയി കാണുമോ? ഒരാൾ ഇതിന് ഒരു പീസാക്കുമ്പം നമുക്ക് വേണ്ട കോഴിയെ തന്നെ മാർക്കറ്റിൽ പീസാക്കുമ്പോൾ നമ്മൾ ഇങ്ങോട്ടല്ലേ നോക്കുള്ളൂ. ഇവിടെ നാം സ്ഥിരീകരിച്ചിട്ടുള്ള ഒരു കാര്യമുണ്ട്. എന്താണത്? ഇത് അയഥാർത്ഥ്യമാണ്. യാഥാർത്ഥ്യം പോലെ എന്നിൽ തോന്നിപ്പിക്കുന്ന വിധത്തിൽ ഇവിടെ ഒരു ഷോ നടക്കുകയാണ്. അതുകൊണ്ട് മാത്രം അത് നമുക്ക് ആസ്വദിക്കാൻ പറ്റുന്നത്. മാജിക്കൊക്കെ എന്തുകൊണ്ട് ആസ്വദിക്കാൻ പറ്റണു? നമ്മൾ ആദ്യം സ്ഥിരീകരിച്ച് വെച്ചിട്ടുള്ള ഒന്നുണ്ട്. അതെന്താണ്? അയഥാർത്ഥ്യമാണ് ഇവർ കാണിക്കാൻ പോകുന്ന പരിപാടി. പക്ഷെ അത് യാഥാർത്ഥ്യം പോലെ നമുക്ക് നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കും. അതല്ല ശരിക്കും പീസാക്കുകയാണെങ്കിൽ നമ്മൾ പോവോ? ശരിക്കും ഒരാളെ കെട്ടിയിടുമോ നമ്മൾ? അപ്പം അതവിടെ ആസ്വാദനം ഉണ്ടാവുന്നത് എന്തുകൊണ്ടാണ്? ഒരറിവിനെ നമ്മൾ ശേഖരിച്ചതുകൊണ്ട്. ഇതേപോലെ ഒരു മാജിക് ഷോ പോലെ ഈ വേദാന്തത്തിലെ രഹസ്യം ആദ്യമേ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമില്ല.